വീണ്ടും വീഡിയോയിൽ അജീഷാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ ഓഡിയോ എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാകുന്ന ഒരു കാര്യം പറയാനാണ് വന്നത്. ബ്ലൈൻഡ് ആവട്ടെ, സൈറ്റഡ് ആയിട്ടുള്ളവരാവട്ടെ, ആരായാലും നിങ്ങൾക്കും ഓഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ബേസിക്കായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി നമുക്ക് ഓഡിയോ എഡിറ്റിംഗ് പഠിക്കാം. ഓഡിയോ എഡിറ്റിംഗ് എന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അഡ്വാൻസ്ഡ് ലെവൽ ഓഡിയോ എഡിറ്റിംഗ് എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇതൊരു മീഡിയം ലെവൽ ഓഡിയോ എഡിറ്റിംഗ് ആണ്. ബേസിക് ലെവലൊന്നും ഞാൻ പറയുന്നില്ല, ഒരു മീഡിയം ലെവൽ ഓഡിയോ എഡിറ്റിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഡിയോ എഡിറ്റർ, അതായത് ഓഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അഡോസിറ്റി ആണ്. അഡോസിറ്റി മിക്കവരും കേട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കാം. അറിയില്ലാത്തവർക്ക് ഞാൻ അഡോസിറ്റിയെ പറ്റി ചെറിയൊരു ഇത് പറയാം. ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലോ, മീഡിയം, ഹൈ ആ ഒരു കാറ്റഗറി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മീഡിയം ഓഡിയോ എഡിറ്ററാണ് അഡോസിറ്റി. യൂസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഇൻ്റർഫേസാണ് അഡോസിറ്റിക്കുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും, അതായത് പൈസയൊന്നും കൊടുക്കാതെ നമുക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അഡോസിറ്റി. അതുമാത്രമല്ല, അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ചെറുതായിട്ട് പാടുന്നവരാണോ അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു കരോക്കെ ഇട്ട് പാടാനോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചുകൊണ്ട് പാടാനോ നല്ല ക്വാളിറ്റിയിൽ പാടാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അഡോസിറ്റി. നമുക്ക് ഓഡിയോ നല്ല രീതിയിൽ എല്ലാ കാറ്റഗറിയും, ഓഡിയോ കട്ടിങ് അല്ലെങ്കിൽ ഓഡിയോ മിക്സിങ്, ഓഡിയോ എഡിറ്റിംഗ്, ഓഡിയോ എഫക്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലും നമുക്ക് അഡോസിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഓഡിയോ എഡിറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, അഡോസിറ്റിയിൽ ഒരേ സമയം കുറേ ട്രാക്കുകൾ നമുക്ക് ഒരുമിച്ചിട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് അഡോസിറ്റിയിൽ വേറൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒറ്റ സോഫ്റ്റ്വെയറിലാണ് കിട്ടുന്ന അഡോസിറ്റി. ഇതിൻ്റെ സൈസ് തന്നെയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. എനിക്ക് തോന്നുന്നു 40 MB അകത്ത് മാത്രമേ ഈ ഒരു സോഫ്റ്റ്വെയറിന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഏതായാലും റൺ ചെയ്യും. നമ്മുടെ വലിയ സോഫ്റ്റ്വെയർ പോലെ ലാഗൊന്നും അടിച്ച് നിൽക്കാനുള്ള സാധ്യതയില്ല. സൈസൊക്കെ കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റൺ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ എല്ലാ ഫോർമാറ്റിലുള്ള ഫയൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഫയൽസ് മീൻസ് വീഡിയോ, ഓഡിയോ, അങ്ങനെയുള്ള ഫയൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ അഡോസിറ്റിയെ പറ്റി എനിക്ക് ചെറുതായിട്ടൊന്ന് പറയാനുള്ളത്. ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ കാണാം. അപ്പം എല്ലാവർക്കും എൻ്റെ ട്യൂട്ടോറിയൽ കണ്ട് ഓഡിയോ എഡിറ്റിംഗ് ഒരു മീഡിയം ലെവലിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനൊരു ഓഡിയോ എഡിറ്റിംഗ് പഠിച്ച ആളോ അല്ലെങ്കിൽ അതുമായിട്ട് ഭയങ്കര അഡ്വാൻസ് ലെവലായിട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഓഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, ഓഡിയോ മിക്സിങ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതും അല്ലെങ്കിൽ വേറൊരാളുടെ അറിവോടെ പറഞ്ഞു തന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതിനോടൊപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് അഡോസിറ്റി ആവട്ടെ അല്ലെങ്കിൽ വേറെ ട്യൂട്ടോറിയൽസോ വേറെ എന്താണെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ചോദിക്കാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജീഷ്. ബൈ ബൈ.